ഹായ് നമസ്കാരം. ഗാന്ധി ക്വിസ് സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗാന്ധി ക്വിസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയത് എത്രാമത്തെ വയസ്സിലാണ്? ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയത് എത്രാമത്തെ വയസ്സിലാണ്? ഉത്തരം 18ാമത്തെ വയസ്സിൽ. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 30. അടുത്ത ചോദ്യം, ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എപ്പോൾ? ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എപ്പോൾ? ഉത്തരം 1930 മാർച്ച് 12. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ്? ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം കസ്തൂർബ ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ 78 അനുയായികളും ഉപ്പ് കുറുക്കാൻ ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നത് എന്നാണ്? ഗാന്ധിജിയുടെ 78 അനുയായികളും ഉപ്പ് കുറുക്കാൻ ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നത് എന്നാണ്? ഉത്തരം 1930 ഏപ്രിൽ 5. അടുത്ത ചോദ്യം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം മഹാത്മാ ഗാന്ധി. അടുത്ത ചോദ്യം, യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം മഹാത്മാ ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചരണാർത്ഥം ആയിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചരണാർത്ഥം ആയിരുന്നു? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വൃക്ഷ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഇന്ത്യയുടെ വൃക്ഷ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഉത്തരം ഗാന്ധിനഗർ. ഗുജറാത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്ത്? ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്ത്? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. അടുത്ത ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഏത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഏത്? ഉത്തരം 1893. അടുത്ത ചോദ്യം, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏത്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏത്? ഉത്തരം ചൗരി ചൗര സംഭവം. 1922 നടന്നത്. അടുത്ത ചോദ്യം,
ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച പത്രം ഏതായിരുന്നു? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏതു ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി. അടുത്ത ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത്? ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത്? ഉത്തരം കൈസർ ഇ ഹിന്ദ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളി ആര്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളി ആര്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. അടുത്ത ചോദ്യം, അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആര്? അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആര്? ഉത്തരം മാർട്ടിൻ ലൂതർ കിങ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര്? ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്തു പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്തു പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഉത്തരം അൺ ടു ദി ലാസ്റ്റ്. അടുത്ത ചോദ്യം, ഒക്ടോബർ 2 എന്ത് ദിനമായാണ് ആചരിക്കുന്നത്? ഒക്ടോബർ 2 എന്ത് ദിനമായാണ് ആചരിക്കുന്നത്? ഉത്തരം അന്താരാഷ്ട്ര അഹിംസാ ദിനം. അടുത്ത ചോദ്യം, ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 2007. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആര്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആര്? ഉത്തരം മഹാത്മാ ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിക്ക് പുറമെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആര്? ഗാന്ധിജിക്ക് പുറമെ
ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലവനാകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ പ്രശസ്ത വ്യക്തി ആര്? ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലവനാകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ പ്രശസ്ത വ്യക്തി ആര്? ഉത്തരം ബെർണാഡ് ഷാ. അടുത്ത ചോദ്യം, മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം, അതുപോലെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത് സമ്മേളനത്തിൽ? ഉത്തരം 1924 ബെൽഗാം സമ്മേളനത്തിൽ.